ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പയ്യാവൂരുള്ള മേഴ്സി ഹോസ്പിറ്റലിൽ ചാപ്ലിനായി ജോലി ചെയ്യുന്ന സമയത്ത് ഒരമ്മച്ചിയെ കാണുവാനായി ഹോസ്പിറ്റലിലേക്ക് ചെന്നു. അപ്പോൾ അമ്മച്ചി ക്യാൻസർ ബാധിതയാണ്, ജീവിതത്തിൻ്റെ ഏറ്റവും അവസാന നിമിഷങ്ങളിലുമാണ്. അപ്പോൾ അമ്മച്ചീനോട് ആവശ്യപ്പെട്ടു, അച്ഛാ, എനിക്ക് നന്നായി ഒന്ന് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് രോഗീലേപനമൊക്കെ സ്വീകരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ അമ്മച്ചിക്ക് വാക്ക് കൊടുത്ത് ഉടനെ തന്നെ വരാം. ഞാൻ അമ്മച്ചിയുടെ അടുത്ത് കുമ്പസാരിപ്പിക്കുവാനും രോഗീലേപനം നൽകുവാനും അതോടൊപ്പം തന്നെ കുർബാന നൽകുവാനായിട്ട് ചേർന്ന് നിന്നു. ആ സമയത്ത് അമ്മച്ചി വളരെ ചിരിച്ച് സന്തോഷവതിയായിട്ട് ശംശയായി സ്തുതിയായിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് എന്നെ സ്വീകരിച്ച് അമ്മച്ചിയുടെ മുറിയിലിരുത്തി. ഈ ചടങ്ങുകൾക്കെല്ലാം ശേഷം അമ്മച്ചിയുമായി ഞാൻ അല്പസമയം സംസാരിച്ചപ്പോഴും അമ്മച്ചി വളരെ സന്തോഷവതിയായിട്ടാണ് സംസാരിക്കുന്നത്. ഈ ക്യാൻസർ മൂലം അതികഠിനമായ വേദന അമ്മച്ചിക്കുണ്ട്. അപ്പം ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി, ഈ വേദനകൾക്കിടയിലും ഇങ്ങനെ സന്തോഷത്തോടെ വർത്തമാനം പറയാനായിട്ട് എങ്ങനെയാണ് സാധിക്കുന്നത്? അപ്പോൾ അമ്മച്ചി പറഞ്ഞു, അച്ഛാ, ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്. വൈദികരിലും വിശുദ്ധ കുർബാനയിലും ഞാൻ ഈശോയെ കാണും. എൻ്റെ ഈശോയെ കണ്ടിട്ട് ഞാൻ എങ്ങനെയാണ് അച്ഛാ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് വർത്തമാനം പറയാതിരിക്കുന്നത്? അതുതന്നെയല്ല, ദൈവം എൻ്റെ ജീവിതം അനുഭവിച്ചു തന്നിട്ടുള്ള ഈ വേദന എൻ്റെ വിശുദ്ധീകരണത്തിനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അധികം താമസിക്കാതെ എനിക്ക് എൻ്റെ ഈശോയെ നേരിട്ട് കാണാമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, വലിയ ഒരു പ്രചോദനമാണ് ഈ അമ്മച്ചി നമുക്ക് നൽകുന്നത്. നമ്മുടെ ജീവിതത്തിൽ ചില വേദനകൾ, സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിലും രോഗങ്ങളുണ്ടെങ്കിലും അത് ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിച്ചാൽ എപ്പോഴും സന്തോഷത്തോടു കൂടി ആയിരിക്കുവാനായിട്ട് ദൈവമഹത്വത്തെ പ്രകീർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് അമ്മച്ചി നമുക്ക് കാണിച്ചു തരികയാണ്. ഇതുതന്നെയാണ് ഈ ഞായറാഴ്ചത്തെ വായനകളിലൂടെ തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവം ചരിത്രത്തിൽ ഉടനീളം പൂർവ്വപിതാക്കന്മാരിലൂടെ, പ്രവാചകന്മാരിലൂടെ, ഒടുവിൽ തൻ്റെ പുത്രനിലൂടെ ഈ ലോകത്തോട് സംവാദിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ വ്യക്തികൾക്കും ജീവിതത്തിലെ ചില പ്രതിസന്ധികളിലൂടെ, വേദനകളിലൂടെ കടന്നു പോകേണ്ടതായി വന്നിട്ടുണ്ട്. പക്ഷേ അവർ എപ്പോഴും ദൈവത്തോടു കൂടി ഇരുന്നത് കൊണ്ട് തന്നെ അവരുടെ ജീവിതത്തെ ദൈവം മഹത്വപ്പെടുത്തിയിട്ടുണ്ട്, സന്തോഷദായകമാക്കിയിട്ടുണ്ട്. ഇന്നത്തെ പഴയ നിയമ വായനകളിൽ പൂർവ്വപിതാവായ ജോസഫിനെയും ദാവീദിനെയും സോളമൻ്റെ പുത്രന്മാരെയും ഒക്കെ നമുക്ക് പരിചയപ്പെടുത്തുന്നു. അവരുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരിയേറെ വേദനകളിലൂടെ അവർ കടന്നുപോയപ്പോൾ ദൈവത്തിൻ്റെ കരം പിടിച്ച് അവർ നിന്നപ്പോൾ അവരുടെ ജീവിതത്തെ എല്ലാം ദൈവം ആനന്ദദായകമാക്കിയിട്ടുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 37 മുതലാണ് ഈ ഞായറാഴ്ചത്തെ സുവിശേഷ ഭാഗം നമുക്ക് നൽകിയിരിക്കുന്നത്. അവിടെ ഈശോ നമുക്കെല്ലാവർക്കും മാതൃകയാകുകയാണ്. ഈശോയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈശോ എങ്ങനെയാണ് ഏറ്റവും ഉത്തരവാദിത്വപൂർവ്വം പിതാവിൻ്റെ മഹത്വത്തിനു വേണ്ടി പ്രവർത്തിച്ചതെന്നും പ്രാർത്ഥിച്ചതെന്നും സുവിശേഷം നമുക്ക് പറഞ്ഞു തരികയാണ്. ഈശോയുടെ ജീവിതത്തിലെ പീഡനങ്ങളുടെ, സഹനങ്ങളുടെ ആരംഭത്തെക്കുറിച്ച് ഈശോ ആകുലപ്പെടുന്നുണ്ട്. കർത്താവേ, കഴിയുമെങ്കിൽ ഈ മണിക്കൂർ എന്നിൽ നിന്ന് നീക്കുകയാണമേ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. ഉടനെ അവിടുന്ന് പറയുകയാണ്, അല്ല പിതാവേ, ഈ മണിക്കൂർ നിർവൃത്തിയാക്കുവാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. അങ്ങയുടെ മഹത്വത്തിനായി പ്രവർത്തിക്കുവാൻ എന്നെ ശക്തനാക്കണമേ. ഒത്തിരിയേറെ ആളുകൾ പ്രാർത്ഥിക്കുന്നവരാണ്. എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് ഈശോ വളരെ കൃത്യമായി ഈ വചനങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയുന്നത് മാത്രമല്ല പ്രാർത്ഥന എന്ന് പറയുന്നത്.
നമ്മളെപ്പോഴും പറയുന്നുണ്ട്, ദൈവവും മനുഷ്യനുമായുള്ള സംഭാഷണമാണ് പ്രാർത്ഥന. നമ്മുടെ ആവശ്യങ്ങൾ തമ്പുരാൻ്റെ മുമ്പിൽ വെക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. കർത്താവേ, അങ്ങയുടെ ഇഷ്ടം എന്താണോ അത് എൻ്റെ ജീവിതത്തിൽ നിറവേറ്റുവാനായിട്ട് എന്നെ സഹായിക്കണമേ. നമുക്കറിയാം, പുത്രനായ മിശിഹ ദൈവത്തോട് അതികഠിനമായ വേദനയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം, ഈ മണിക്കൂർ എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ. പിതാവായ ദൈവം ആ പുത്രൻ്റെ പ്രാർത്ഥന കേട്ട് ആ പാനപാത്രം എടുത്തു മാറ്റുകയല്ല ചെയ്യുന്നത്, മറിച്ച് ആ പാനപാത്രം മട്ടോളം കുടിക്കുവാനായിട്ട് ഈശോയെ അവിടുന്ന് ശക്തനാക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, സ്വർണം അഗ്നിയിൽ ശുദ്ധമാക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലുള്ള ചെറിയ ചെറിയ കുറവുകളെ, പോരായ്മകളെ സഹനത്തിൻ്റെ പാതയിലൂടെ ദൈവം ശുദ്ധീകരിച്ചെടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളിൽ തളരാതെ സന്തോഷത്തോടെ ദൈവകരം പിടിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഈശോയുടെ പ്രാർത്ഥനയിലൂടെ, പ്രവൃത്തിയിലൂടെ പിതാവിന് മഹത്വമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ പിതാവായ ദൈവം സ്വർഗം തുറന്ന്, ഇതാ ഞാൻ മഹത്വപ്പെട്ടിരിക്കുന്നുവെന്ന് സാക്ഷ്യം നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഹനങ്ങൾ തമ്പുരാൻ്റെ മുമ്പിൽ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയിൽ ദൈവം മഹത്വപ്പെട്ടതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങളിലും പ്രാർത്ഥനകളിലും ദൈവം മഹത്വപ്പെടുമെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കട്ടെ. ഈശോ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ പറഞ്ഞു വയ്ക്കുന്നത്, നിങ്ങൾ അന്ധകാരത്തിൽ നടക്കാതെ പ്രകാശത്തിൻ്റെ പാതയിലൂടെ നടക്കുവിനെന്നാണ് പറയുന്നത്. തിന്മകളെല്ലാം ഉപേക്ഷിച്ച് നന്മയുടെ പാതയിലൂടെ നടക്കുവാനായിട്ട് കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ തിന്മകളെയും ദൂരെ അകറ്റിക്കൊണ്ട് ഈശോയുടെ പാതയിലൂടെ നടന്ന് അവസാനം ഈശോയിൽ എത്തിച്ചേരുവാനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.